കൊണ്ടാക്കിയോ? ആ കുട്ടി അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോന്നാ ചോദിച്ചേ. ഇല്ല. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം. അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട, എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ, ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല. ഞാൻ കാണും. ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളക്ക വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ട. ഞാൻ കാണും. അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെയും അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ഞാൻ കാണും. നീ കാണില്ലടാ. വിടാൻ. വിടാനാ പറഞ്ഞത്. വിടാൻ. വിട്. ഇല്ല. വിടാൻ. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയിപ്പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ. വേണ്ടമ്മേ, അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ... സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ, പോവുക. സുധി. ഇല്ല അച്ഛാ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും. ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത്. ഇല്ല, ഞാൻ വിടില്ല. എന്താ എന്താ ഇങ്ങനെയൊക്കെ? നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ, അവനായിട്ട് പോകുന്നല്ലേ. അവൻ പൊക്കോട്ടെ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ. എന്തെങ്കിലും കാര്യത്തിന് അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല. വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത്. ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിവെച്ച് വരാവൂ. സുധി അമ്മയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി. പോയി പറഞ്ഞേക്കടാ നിന്നെ അയച്ചവന്മാരോട്, അരയും ചെല്ലപ്പിന് കരുതി തന്നെ. നീ സുധിയും കൊണ്ട് പോയിക്കോ. മിനിയോടെ കാത്തിരിക്കാം. ചെല്ല്, ഞങ്ങളെ എത്തിക്കോളാം. പന്നിയുടെ മോനെ. എന്തായി? വഴക്കുണ്ടായി?
ഉണ്ടായല്ലേ? ആരായിരുന്നു? അവരാരും അല്ല, വേറെ ചിലരാ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. സാരമില്ല. അമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട് അമ്മയും കൈവിട്ടു. കരുതിയിരുന്നില്ലെങ്കിൽ നാണം കെടുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. പെണ്ണിന്റെ ഒരു ആങ്ങള പോലീസിലാ. കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കലിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം. നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷെ? അത് പറ. പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചു വിടണം. അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകെട്ടിയിടണം. ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന്? ഒരു രജിസ്ട്രാറോ? എത്ര രജിസ്ട്രാർ വേണം? നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്ട്രാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ. അത് മതിയാ? മതി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ടേ ഇനി താഴെ ഇരിക്കണുള്ളൂ. നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള്. എന്താ ഇത്? കല്യാണ ഉടുപ്പാ, ഞങ്ങളെ സമ്മാനോ. എടാ സുധി, വേഗം ഒരുങ്ങിയെന്നോ. ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ. പോട്ടെ. ഒരു സ്വപ്നം പൂവണിയുന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഞാൻ പോയി ഒരുങ്ങട്ടെ. മിനി, എന്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം? ഞാനിവിടെ ഇരുന്നോളാം. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ആ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ. പക്ഷേ ഞാൻ സുധിയുടേതാകുന്ന നേരത്ത് എൻ്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിലും നാശിച്ചു പോയി. നേരാ. മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ആയിപ്പോയതല്ലേ ഇങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്. അതാ. ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. സത്യം.
എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധീനെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാപ്പ് പറയോ? ഉം. സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നത് പറയോ? പറയാം. ഇനി എനിക്ക് സങ്കടമില്ല. സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല.